നാട്ടറിവുകൾ പ്രകാരം സുമതി എന്ന യുവതി ഈ പ്രദേശത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ അംഗമായിരുന്നു. അതിസുന്ദരിയായിരുന്ന സുമതിയെ ഒരു രാത്രിയിൽ ഈ വളവിന് സമീപമുള്ള കാട്ടിൽ വെച്ച് ആരോ ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയാണെന്നും സ്വത്ത് തർക്കമാണെന്നും ഒക്കെ പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. അവളുടെ മൃതദേഹം ഈ വളവിനോട് ചേർന്നുള്ള തോട്ടിലാണ് ഉപേക്ഷിക്കപ്പെട്ടത്. അന്ന് ആ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ നിയമത്തിന് മുന്നിൽ വന്നില്ല എന്നും നീതി ലഭിക്കാത്ത ആ പെൺകുട്ടിയുടെ ആത്മാവ് പിന്നീട് ഈ വളവിൽ കുടിയിരുന്നെന്നുമാണ് വിശ്വാസം. കൊലപാതകം നടന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ആ വഴി പോകുന്ന യാത്രക്കാർക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിത്തുടങ്ങി. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് കൈയിൽ ഒരു പാത്രമോ കുട്ടിയെയോ ഏന്തി നിൽക്കുന്ന ഒരു സ്ത്രീരൂപത്തെ കണ്ടതായി പലരും അവകാശപ്പെട്ടു. രാത്രി 12 മണിക്ക് ശേഷം ഈ വളവിൽ എത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടി കൈകാണിക്കും. ലിഫ്റ്റ് കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ പിൻസീറ്റിൽ ആരെയും കാണില്ല, എന്നാൽ പുറകിലെ കണ്ണാടിയിലൂടെ നോക്കിയാൽ അവൾ അവിടെ ഇരിക്കുന്നത് കാണാം എന്നൊക്കെയാണ് കഥകൾ. ഇന്നും പല ടാക്സി ഡ്രൈവർമാരും പറയുന്നത് ഈ വളവിൽ എത്തുമ്പോൾ വണ്ടികൾ അകാരണമായി ഓഫാകുമെന്നാണ്. എന്നാൽ വളവ് പിന്നിട്ടാൽ വണ്ടി തനിയെ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. രാത്രിയിൽ ഈ വളവിലൂടെ പോകുമ്പോൾ അസാധാരണമായ ഒരു പൂമണമോ അല്ലെങ്കിൽ ആരോ തേങ്ങിക്കരയുന്ന ശബ്ദമോ അനുഭവപ്പെട്ടതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർ പറയുന്നത് ഇതൊരു അപകടമേഖല ആയതുകൊണ്ട് ഉണ്ടായ തോന്നലുകൾ ആണെന്നാണ്. കുത്തനെയുള്ള ഇരട്ട വളവായതിനാൽ ഇവിടെ പണ്ട് ധാരാളം വാഹനാപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഭീതിയുണ്ടാക്കുന്ന കഥകൾ മെനയുന്നത് മനുഷ്യസഹജമാണ്. കൂടാതെ അക്കാലത്ത് വൈദ്യുതി വിളക്കുകൾ ഇല്ലാതിരുന്നതും കാടുപിടിച്ച് കിടന്നിരുന്നതുമായ സാഹചര്യം ഈ കഥകൾക്ക് ആക്കം കൂട്ടി. എങ്കിലും ഇന്നും അമാവാസി രാത്രികളിലും മറ്റും സുമതി വളവിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രദേശവാസികൾക്ക് പോലും ചെറിയൊരു പേടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പേടിപ്പെടുത്തുന്ന ഇടങ്ങളുടെ പട്ടികയിൽ സുമതി വളവ് ഇന്നും മുൻപന്തിയിലാണ്.